മാർപ്പാപ്പായുടെ രോഗവിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൃപാസനം ജോസഫ് എന്താണ് മാർപ്പാപ്പായുടെ വിവരം അന്വേഷിക്കാത്തത് എന്നും എന്തുകൊണ്ട് കൃപാസനത്തിൻ്റെ അത്ഭുത രോഗശാന്തി മാർപ്പാപ്പായ്ക്ക് വേണ്ടി നടത്തുന്നില്ല എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായമില്ല. കാരണം ഒരാൾക്ക് രോഗം വരിക എന്ന് പറയുന്നതിനെ അപഹസിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മരിയോ ജോസഫ് ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു ബ്രദർ വളരെ വിപുലമായ ഒരു ലൈവ് വീഡിയോ ചെയ്യുകയും ആ ലൈവ് വീഡിയോയിൽ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് എന്നും കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുത രോഗശാന്തിയും ഉടമ്പടി ചികിത്സയുമൊക്കെ ശാസ്ത്രീയമായി തെളിവുകളുള്ളതാണ് എന്ന് തനിക്ക് അനുഭവമുണ്ട് എന്ന് ഈ മരിയോ ജോസഫ് എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗകൻ അല്ലെ സുവിശേഷ പ്രചാരകൻ നടത്തിയ അത്ഭുത വെളിപ്പെടുത്തലുകളാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാര്യമാകുന്നത്. ഞങ്ങൾ ഈ മരിയോ ജോസഫിനെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന അത്ഭുത രോഗശാന്തിയുടെ എന്തെങ്കിലും തെളിവുകൾ നോക്കാൻ തയ്യാറാണെങ്കിൽ ഏതെങ്കിലും ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരസ്യവേദിയിൽ വെച്ച് ഈ രോഗശാന്തി നടപ്പിലാക്കി തരിക എന്ന് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായും 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. 2019 ജൂലൈ 31 കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആമുഖ്യത്തിൽ കൃപാസനം അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു ജനകീയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ മാർച്ചിന് 2 ദിവസം മുമ്പ്, അതായത് ജൂലൈ 28 ആലപ്പുഴ സഹായമെത്രാൻ ഞങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ നേരിൽ കണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അന്ന് സഹായമെത്രാൻ ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ ആ ജോസഫിൻ്റെ വെറും തട്ടിപ്പാണ് എന്നും ജോസഫ് പറയുന്നത് ഞങ്ങൾക്ക് സഭയ്ക്ക് യാതൊരു കാരണവശാലും ഈ പ്രസ്ഥാനവുമായി ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. അതെന്ത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും മാർച്ച് ഞങ്ങൾ നടത്തി, പോലീസ് മാർച്ച് തടഞ്ഞു, പ്രശ്നമുണ്ടായി. പക്ഷേ കൃപാസനം ഇപ്പോഴും അതുപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്. മറ്റൊരു അനുഭവം എനിക്ക് നേരിട്ടുള്ളത് ഈ തൊടുപുഴയിലെ ഒരു ഡോക്ടർ, അതായത് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ഒരു ഡോക്ടർ ഇത്തരം ഒരു സാക്ഷ്യം പറച്ചിൽ നടത്തണം. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു സാക്ഷ്യം വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി. താൻ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് അസമ്മതിയാവുകയും തൻ്റെ രോഗം കുറയുകയും ചെയ്തെന്ന് പറഞ്ഞ ആ വനിതാ ഡോക്ടറെ ഞാൻ വിളിക്കുകയും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും, അതുകൊണ്ട് കൃത്യമായി ഇതിനൊരു മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്നോട് കരഞ്ഞു പറഞ്ഞത് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി താൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നാണ്. അവസാനം അവർ ക്ഷമ പറഞ്ഞു എന്നതുകൊണ്ടും ആ വീഡിയോ അവർ പിൻവലിച്ചു എന്നതുകൊണ്ടും ഞങ്ങൾ കേസ് നടപടി തുടർന്നില്ല എന്നുള്ളതാണ് സത്യം. അത് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ നിലവിലുള്ള സഭയ്ക്ക് ഇപ്പോൾ കത്തോലിക്ക സഭ രോഗശാന്തി ശുശ്രൂഷയുമായി ഇറങ്ങിയിട്ട് കുറേ കാലമേ ഉള്ളൂ. കാരണം ഈ പെന്തക്കോസ്ത് സഭകൾ അവരുടെ ഏറ്റവും വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നാടൻപാടം നടത്തിക്കൊണ്ടിരുന്നത്. കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഇവരുടെ ഒരു വലിയ വിളവെടുപ്പ് കേന്ദ്രമാണ്. ലോകത്തിലെ സകല പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും അതിൻ്റെ എല്ലാ ഗ്രൂപ്പുകളും കോട്ടയം ജില്ലയിലുണ്ട്. ആ കോട്ടയം ജില്ല അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ തങ്കു ബ്രദറിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനെയും ഒക്കെ നമ്മൾ രംഗത്ത് വരുന്നത്. തങ്കു ബ്രദറാണെങ്കിൽ വഴിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പുകളിലൂടെ തങ്കു കോടീശ്വരനായി മാറിയ കഥ, ഒരാളുടെയും രോഗം മാറിയില്ല എങ്കിലും തങ്കു കോടീശ്വരനായി മാറിയ കഥകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം കോട്ടയത്ത് 2-3 സൂപ്പർ മാർക്കറ്റുകൾ നടത്തുകയാണ്. ഇപ്പോൾ രോഗശാന്തി ശുശ്രൂഷ നിർത്തി ഇപ്പോൾ വലിയ മാർക്കറ്റ് അദ്ദേഹത്തിനില്ല എന്നറിയുന്നു. അതേസമയം നിരവധിയായിട്ടുള്ള ജോർജ് താരു അടക്കമുള്ള ധാരാളം രോഗശാന്തി ശുശ്രൂഷകന്മാർ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് കാശ് വാരുന്ന നടപടി വരെയുണ്ട്. അടുത്ത കാലത്താണ് നമുക്കറിയാം ഒരു പാസ്റ്റർ ദൈവത്തിൻ്റെ മെസ്സേജ്, അദ്ദേഹത്തിന് മൊബൈലിൽ ദൈവത്തിൻ്റെ മെസ്സേജ് കിട്ടി. ഇത്രമാത്രം നെറികെട്ട സത്യസന്ധതയില്ലാത്ത ദൈവത്തെ പച്ചയായി വിറ്റ് ജീവിക്കുന്ന ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇവരുടെ ശത്രുവായ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ
സോഷ്യൽ മീഡിയയെ, ഇലക്ട്രോണിക് മീഡിയയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്കതിലേക്ക് പറയാനുള്ളത്. രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഇതിൽ യാതൊരു സത്യസന്ധതയില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രീയമായോ മാനുഷികമായോ പോലും നമുക്കതിനോട് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏത് ദൈവമാണ് രോഗം മാറ്റുന്നതെങ്കിൽ അതിന് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഈ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്ന, അല്ലെ പോട്ടയിലും മുരിങ്ങയുള്ള ധ്യാന കേന്ദ്രം നടത്തുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളുള്ള കത്തോലിക്ക സഭ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തി രോഗം മാറ്റി പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ കഴിയുമെങ്കിൽ അവരുടെ സേവനം ഉണ്ടാകേണ്ടത് നമ്മുടെ ജില്ലാ ആശുപത്രികളിലോ മെഡിക്കൽ കോളേജുകളിലോ ആണ്. അവിടെ വന്ന് അവർ വളരെ പ്രത്യക്ഷമായി ഈ ഡോക്ടർ എത്ര കോടി രൂപയാണ് സർക്കാർ ഒരു വർഷം അതിനുവേണ്ടി മുടക്കുന്നത്, മരുന്നുകൾക്കും ആശുപത്രിക്കും ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപ സർക്കാർ മുടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒറ്റമൂലി കച്ചവടവുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് അപഹാസ്യം എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന മരിയോ ജോസഫ് തൻ്റെ കച്ചവടവുമായിട്ട് അദ്ദേഹം ഗുജറാത്തിലാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തോട് ഈ വെല്ലുവിളി തുടരാൻ പോവുകയാണ്. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ പ്രശ്നം കൊണ്ടല്ല, ഈ രോഗശാന്തി കച്ചവടക്കാർ മുഴുവൻ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്നു. മാത്രമല്ല നമ്മളുടെ നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകളെയും അവർ വെല്ലുവിളിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന 51A എന്ന് പറയുന്ന ശാസ്ത്ര പ്രചാരണത്തിനും അല്ലെങ്കിൽ യുക്തിബോധം വളർത്താനും ശാസ്ത്ര അവബോധം വളർത്താനും വേണ്ടിയുള്ള ഭരണഘടനാ പ്രഖ്യാപന നിയമത്തിനെതിരാണെന്ന് മാത്രമല്ല നിലവിലുള്ള മാജിക്കൽ റെമഡീസ് ആക്ടിനെതിരായിട്ടാണ് ഇവരുടെ എല്ലാം പ്രവർത്തനം. കേരളത്തിൽ വളരെ കൃത്യമായൊരു സർക്കാർ നടപടികളെടുക്കാൻ ഇല്ല എന്നതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം വിളയാടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാർപ്പാപ്പയുടെ രോഗം മാത്രമല്ല, ഏതെങ്കിലും ഒരാളുടെ രോഗം ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെങ്കിൽ അത്തരം രോഗശാന്തി നടത്തുന്ന ആളുകളോട് പരസ്യമായി സംവദിക്കാനും പരസ്യമായി അവരുടെ വേദിയിൽ അവതരിപ്പിക്കാനും ഞങ്ങൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ പരിപാടി ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുവേദിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന അവർ കൊണ്ടുവരുന്ന 4 രോഗികളെ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവിടെ രോഗവിവരടങ്ങുന്ന കേസ് ഡയറികൾ പരിശോധിച്ച് എന്ത് രോഗമാണ് അവർക്കുള്ളത് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇവരുടെ രോഗശാന്തി പ്രാർത്ഥനയോ ഉടമ്പടി തൈലമോ എന്തെങ്കിലും ആയിക്കൊണ്ട് നടത്തിയതിന് ശേഷം ഇവരുടെ രോഗം മാറി എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും സാക്ഷ്യങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന രോഗികളുടെ പേരിൽ അവരെ സാക്ഷ്യപ്പെടുത്തുന്നതൊക്കെ അതൊന്നും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്ന ഒരു കാര്യമാണ്, ഒരാൾ നട്ടലിന് 32 ഒടിവുള്ള ഒരു ചെറുപ്പക്കാരനെ മിനിറ്റ് കൊണ്ട് ഓടി നടത്തിക്കുന്ന കാഴ്ച. അതുപോലെ പ്രേതബാധ, ഇതൊക്കെ നടന്മാരെയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ റിഹേഴ്സൽ നടത്തി നടന്മാരെ തയ്യാറാക്കി അവർക്ക് പൈസ കൊടുത്തോളം നടത്തുന്ന കലാപരിപാടിയാണ് എന്നുള്ളതെല്ലാം സാമാന്യ മര്യാദയുള്ളവർ, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമാവുകയും ഇവരെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യരെ, അജ്ഞരായ മനുഷ്യരെ, അന്ധവിശ്വാസികളെ ചൂഷണം ചെയ്ത് കോടീശ്വരന്മാരാകുന്ന ഈ നടപടി എന്തായാലും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ അതേസമയം ഇത്തരം രോഗങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ നടത്തുമ്പോഴോ ധ്യാനം നടത്തുമ്പോഴോ മന്ത്രവാദം നടത്തുമ്പോഴോ ഒക്കെ ഇത്തരം ചില രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നതായി പലപ്പോഴും തോന്നാറുണ്ട്. അതിന് മനഃശാസ്ത്രപരമായും ശാസ്ത്രീയമായിട്ടും ചില വിശ്വാസങ്ങളുണ്ട്. സ്കിസോഫ്രീനിയ പോലുള്ള ലഘു സ്കിസോഫ്രീനിയ രോഗികൾക്ക് ഈ ശബ്ദബഹളങ്ങൾ കൊണ്ടോ ധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ അത്ര യോഗ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ പ്രാർത്ഥന കൊണ്ടോ ചിലപ്പോൾ ചെറിയ നേരിയ ആശ്വാസം ഉണ്ടായെന്ന് വരാം. പക്ഷെ ഒരിക്കലും അതൊരു ശാശ്വതമായ പരിഹാരമല്ല. വീണ്ടും അത് അതിനേക്കാൾ ശക്തമായി തിരിച്ചു വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രവാദത്തിൻ്റെയും മനഃശാസ്ത്രം അത് തന്നെയാണ്. രോഗം പോയി എന്ന് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് രോഗിയുടെ മേലുണ്ടാകുന്ന ആഘാതത്തിൻ്റെ മാനസിക ആഘാതം കൊണ്ട് ആ രോഗിയുടെ രോഗം അല്പം മാറുന്നത് അവർക്ക് തോന്നിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിന്ന് അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളിൽ നിന്നും അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗത്തു നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ചില എൻഡോർഫിനുകളാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇതേക്കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ, വിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രം എന്നൊരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡോർഫിനുകൾ ആണ് പലപ്പോഴും നമ്മളുടെ വേദന കുറയ്ക്കുന്നതും സ്ട്രെസ്സ് കുറയ്ക്കുന്നതും
അതുപോലെ തന്നെ ഉള്ള അവസ്ഥകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇപ്പം കള്ളു കുടിക്കുന്നവർക്ക്, വീടി വലിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്നൊരു ആശ്വാസം തോന്നുന്നത് പോലെ തന്നെയാണ് ഈ മോർഫിനുകളും അല്ലെങ്കിൽ ഹീറോയിനുകളും എൻഡോർഫിനുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് വലിയ ബഹളങ്ങൾക്കിടയിൽ വലിയ ശബ്ദമുഖരിതമായ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ തന്നെ വളരെ സ്വാഭാവികമായും അവർക്കൊരു മാനസിക സന്തോഷം ഉണ്ടായെന്ന് വരാം. ഇപ്പം ചായ കുടിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും സെക്സിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ നമുക്കുണ്ടാവുന്ന സന്തോഷം അതുപോലെ തന്നെയുള്ള ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തലച്ചോറിലുണ്ടാകുന്ന ചില എൻഡോർഫിനുകളുടെ അല്ല ഹോർമോണുകളുടെ പ്രതിപ്രവർത്തനം കൊണ്ടാണ്. അതൊരിക്കലും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുപോലെ മറ്റൊന്നാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. മരുന്നാണ് എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില മരുന്നുകൾ, ചില വെള്ളം കുടിച്ചാൽ അത് മരുന്നാണെന്ന് വിചാരിച്ച് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ താൽക്കാലികമായൊരു പ്രതിഭാസം അതിനുണ്ടായി എന്ന് വരാം. അതിനാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. അതും ഒരു രോഗശാന്തി എന്നതുപോലെ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ ബ്രെയിൻ സുപ്പീരിയർ പരൈറ്റൽ ലോബോയിലെ ചില സിഗ്നലുകൾ, ആ തലച്ചോറിന് ചില പ്രദേശങ്ങളിലെ ചില സിഗ്നലുകൾ പലപ്പോഴും ധ്യാനം കൊണ്ടോ ശബ്ദമുഖരിതമായ ബഹളങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ യോഗ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ആ പ്രദേശങ്ങളിൽ ചെറിയ ശാന്തത ഉണ്ടായേക്കാം, ചില വേദനകൾ കുറയുന്നു നമുക്ക് തോന്നിയേക്കാം. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചില സ്പന്ദനങ്ങൾ കൊണ്ട് മറുഭാഷ പറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ സെറിട്രോണിന്, ഡോപ്പമിൻ പോലെയുള്ള മരുന്നുകൾ അത് നമ്മുടെ BMKT എന്ന് പറയുന്ന ഉത്തേജകമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടാക്കിയേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ചില മരുന്നുകൾ കഴിക്കുമ്പോഴോ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടോ പ്രത്യേകമായ സവിശേഷ സാഹചര്യം ഉണ്ടാകുന്ന എൻഡോർഫിനുകൾ കൊണ്ടോ അല്ലെ അത്തരം ചില രാസപ്രക്രിയകൾ കൊണ്ട് ഒരു മനഃശാന്തി ഉണ്ടായതായി, ചെറിയൊരു ആശ്വാസ രോഗത്തിനുണ്ടായതായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ തോന്നൽ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഒരിക്കലും മരുന്ന് കഴിക്കാതെ ചികിത്സ ചെയ്യാതെ ലോകത്തിൽ ആരുടെയും രോഗങ്ങൾ മാറിയിട്ടില്ല. അത് ശരീരശാസ്ത്രപരമായ രോഗമായാലും മാനസിക രോഗമായാലും ഇതെല്ലാം ചികിത്സകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ മേലെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പര്യാപ്തരായ ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ഡോക്ടർക്കും മരുന്ന് കൊടുക്കാതെ, ഇല്ലാത്ത രോഗത്തിന് മരുന്നില്ല, പക്ഷേ ഉള്ള രോഗത്തിന്, അത് ശരീരത്തിൻ്റെ അസുഖമായാലും കൊള്ളാം, അത് മനസ്സിൻ്റെ അസുഖമായാലും കൊള്ളാം, ഇതിനെല്ലാം മരുന്നുണ്ട്. ആ മരുന്ന് ഉപയോഗിച്ച് ശാസ്ത്രീയമായ ചികിത്സ ചെയ്യുന്നതിന് പകരം രോഗികളെ കൊല്ലാക്കൊല ചെയ്യുക, അല്ലെ ചെറിയ രോഗമുള്ള ആളുകളെ ധ്യാനിച്ചും പ്രാർത്ഥിപ്പിച്ചും അവരുടെ രോഗം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വേദിയിലോ ഞങ്ങൾ പറയുന്ന വേദിയിലോ വന്നിട്ട് നമുക്കിതേക്കുറിച്ച് സംസാരിക്കാമെന്ന് മാത്രമല്ല പരസ്യമായി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം രോഗശാന്തി ശുശ്രൂഷകളെ പരിശോധിക്കാം. നിങ്ങൾ വിജയിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് പിൻവലിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഇനാം തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉജ്ജ്വലമായ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ, പ്രാകൃത കാലത്തെ ചിന്താ പദ്ധതികളെ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ ജനതയെ ചൂഷണം ചെയ്യാൻ പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിലെ പൈസ കൊല്ലം തട്ടിയെടുക്കുന്ന ഈ നെറുകെട്ട കൃപാസന പരിപാടികൾ ഇനിയെങ്കിലും നിർത്തലാക്കിയില്ല എങ്കിൽ അതിനെതിരെ നിയമപരമായും സാമൂഹിക ജനകീയമായുമുള്ള നടപടികൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ ഫിലോകാൽഫിയ മരിയോ ജോസഫിനോട് ഞങ്ങൾ പറയാനുള്ളത്, അദ്ദേഹത്തിന് വ്യക്തിപരമായി ഞാൻ കത്തയക്കുകയാണ്. നിർബന്ധമായും താങ്കൾ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മെഡിക്കൽ കോളേജിലും RCCയിലും അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലും അതുപോലെ വേദനിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ വേദനകളെ അവിടെ ചെന്ന് നിങ്ങൾ കുറയ്ക്കുക. ഇത്തരം തറവില പരിപാടികൾ, കൃപാസനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെയൊക്കെ ഈ വില കുറഞ്ഞ നടപടികൾ ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം പറയുന്നു.